നമസ്കാരം. ശ്രീ ഏഴഞ്ചേരി രാമചന്ദ്രന്റെ ഒരു നുണക്കഥ. ഒരിടത്തൊരിടത്തൊരൊന്നാം ക്ലാസ്സിൽ ഒരു നല്ല ടീച്ചറുണ്ടായിരുന്നു. ക്ലാസ്സിലൊരിത്തിരി വൈകിയാലും പാഠം പഠിക്കാൻ മറന്നാകിലും അടിയും വഴക്കുമില്ലാത്ത ടീച്ചർ. മുടിയും മുഖവുമെന്നമ്മയെ പോൽ പാട്ടും കഥയും കവിതയുമായി കൂട്ടുകൂടാനുള്ള നേരമല്ലോ. അന്നൊരു നാളിലൊരുച്ച നേരം ഉണ്ണികൾ വെളിയിൽ കളിച്ചു നിൽക്കെ കൂറ്റനൊരു പുലി പാഞ്ഞടുത്തു. ടീച്ചറെ വേഗം കടിച്ചെറിഞ്ഞു. ഏറെ ഉറക്കെ കരച്ചിൽ കേൾക്കെ സാറന്മാർ പേടിച്ചരണ്ടു നിൽക്കെ കുട്ടികളോടി വന്ന പുലിയെ വെട്ടി നുറുക്കി കഥ കഴിച്ചു. ടീച്ചർ കുഞ്ഞുങ്ങൾക്ക് നിമിഷം ചോക്ലേറ്റും ബിസ്ക്കറ്റും വാരി നൽകി. കഥ കേട്ടു ടീച്ചർ പൊട്ടിച്ചിരിച്ചു. കവിളത്തൊരുമ്മയും സമ്മാനിച്ചു. പൊട്ടാനുണക്കഥ എന്നുടനെ മറ്റു കുസൃതികൾ ആർത്തുകൂവി. സിറ്റിയിൽ വൻപുലി എങ്ങനെ എന്നവൻ ഒറ്റ ചോദ്യത്തിനുറച്ചു നിന്നു. ചമ്മൽ സഹിയാനു സീനുക്കുട്ടൻ വല്ലാതെ കരഞ്ഞുവല്ലോ. കുട്ടനെ രക്ഷിക്കാൻ സീത ടീച്ചർ ഒട്ടുവേഗം കഥ പൂരിപ്പിച്ചു. നട്ടുച്ച നേരത്തിറച്ചി നൽകാം വാച്ചർ വാതിൽ തുറന്നു വച്ചു. കാഴ്ച ബംഗ്ലാവിൽ നിന്നും നേരം കൈതട്ടി വന്നതീ കള്ളപ്പുലി. ടീച്ചർ വിശദീകരിച്ച നേരം കൂട്ടുകാരൊക്കെയും നാവടക്കി. സീനുവിൻ കുഞ്ഞു മുഖത്ത് വീണ്ടും മീനമാസത്തെ വെയിൽ ചിരിച്ചു. സീനുവിൻ കുഞ്ഞു മുഖത്ത് വീണ്ടും മീനമാസത്തെ വെയിൽ ചിരിച്ചു. മീനമാസത്തെ വെയിൽ ചിരിച്ചു. നന്ദി, നമസ്കാരം.